സാർ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ചോയ്സ് ഓഫ് സിറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് ഇത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ എക്സാം സെന്റർ ചൂസ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഞാനിപ്പം കേരളത്തിൽ ജനിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കേസ് എനിക്ക് എക്സാം വേറെ സ്റ്റേറ്റിലാണ്, ചെന്നൈയിൽ പോയി എഴുതണം, അതിനെന്താ ചെയ്യാൻ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ എക്സാം സെന്ററിന് 4 ചോയ്സസ് ഉണ്ട് അല്ലെ. ഈ 4 ചോയ്സ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ചെന്നൈയിൽ പോയിട്ട് വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് ഹൈദരാബാദ് എഴുതാം, മുംബൈയിൽ എഴുതാം. പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം, നമ്മൾ ഈ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് 2 അഡ്രസ്സ് ഉണ്ട്, പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും. നിങ്ങൾക്ക് ഇപ്പോഴ് മുംബൈയിലാണ് എഴുതേണ്ടതെങ്കിൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിലോ പ്രസന്റ് അഡ്രസ്സിലോ ഏതെങ്കിലും ഒന്ന് മുംബൈ, മഹാരാഷ്ട്ര ഉണ്ടാവണം. ആ സ്റ്റേറ്റ് അതിൽ ഇൻഡിക്കേറ്റ്, ആ സ്റ്റേറ്റിന്റെ ഇൻപുട്ട് അതിൽ കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് എന്ത് ചെയ്യൂ, സെന്റർ വരും. സപ്പോസ് എനിക്ക് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ സെന്റർ വേണം, ഞാൻ ചെയ്യുന്ന എന്താ, ഞാൻ എന്റെ 2 അഡ്രസ്സും കേരളത്തിൽ കൊടുത്തു. കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആവും. കാരണം കുട്ടിക്ക് ഒരിക്കലും ഏത് ഓപ്പൺ ആയി വരില്ല, മഹാരാഷ്ട്രയിൽ സെന്റർ ഓപ്പൺ ആയി വരില്ല. കുട്ടിക്ക് വരുന്നത് കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് അങ്ങനെ സെന്റേഴ്സ് ആയിരിക്കും. അപ്പൊ കുട്ടി വിളിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ ഈസി ആയിട്ട് കിട്ടും. പ്രസന്റ് അഡ്രസ്, അതായത് നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്താണോ സെന്റർ വേണ്ടത് അത് കിട്ടണം. എന്ത് ചെയ്യണം, പ്രസന്റ് അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ്സിൽ ഏതെങ്കിലും ഒന്ന് ആ സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. പിന്നെ 4 സെന്ററും ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ എനിക്ക് മലപ്പുറം മാത്രം സെന്റർ മതി, അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രം മതി, അതുകൊണ്ട് ഞാൻ ഒന്നേ കൊടുക്കാം. മക്കളെ, പല കാരണങ്ങൾ കൊണ്ടും എക്സാം സെന്റർ ക്യാൻസൽ ആയി പോവാം അല്ലെ സാറേ. അതേപോലെ തന്നെ ചില സമയത്ത് അവിടെ നിശ്ചിതമായ ഒരു നമ്പർ ആയിരിക്കും അലോട്ട് ചെയ്തിട്ടുണ്ടാവാം, അത് ഫില്ലായി പോവാം. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഒരു സെക്കൻഡറി ചോയ്സ് കൊടുക്കേണ്ടത് നല്ലതാണെന്നല്ല, തീർച്ചയായിട്ടും 4 ചോയ്സ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പം എൻഡിലേക്ക് ആപ്ലിക്കേഷൻ ഇപ്പൊ നവംബർ 22 ക്ലോസ് ആയെങ്കിൽ ഞാനിപ്പോ നവംബർ 21 രജിസ്റ്റർ ചെയ്ത് നോക്കിയാൽ, അങ്ങനെയാണെങ്കിൽ എന്റെ എക്സാം ബുദ്ധിമുട്ട് വരും. പരമാവധി വേഗത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കുക, പരമാവധി വേഗത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ എല്ലാവരും, നിങ്ങൾക്കിപ്പോ മേ ബി നിങ്ങൾ കാസർഗോഡാണ് അല്ലെങ്കിൽ കണ്ണൂരാണ്, ഒരു നിശ്ചിത എണ്ണം സീറ്റുകളായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അത് മാത്രമല്ല CBT കൂടി ആയതുകൊണ്ട് ഇതിന്റെ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ഒരു നവംബർ 15 അകത്തെങ്കിലും അല്ലെങ്കിൽ നവംബർ 12 അകത്തെങ്കിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഏറ്റവും നല്ലത്. അത് നിങ്ങളെ ലാസ്റ്റ് മൊമെന്റിലേക്ക് മാറ്റി വെക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. സോ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.